അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ്, അതുപോലെ ഇവിടെയുള്ള മുതഅല്ലിമീങ്ങളെ, ഉലമാക്കളെ, ചെമ്മനാരെന്നും ചൊല്ലില്ല ഉസ്താദ് മുപ്പാട്ടമെന്നതിൽ ചൊന്നറും ഖൈറുൽ കലാമി കല്ല ഒതല്ലാണ്. തെല്ലുമുണ്ടോണം, കറക്റ്റായിട്ട് വേണം. മുണ്ടര ഓരോ പലക്കവും ഉസ്താദ് കറക്റ്റ് തൂക്കിയെടുക്കണത്, ഓരോ പദങ്ങളെയും തൂക്കിയെടുക്കിട്ട് ചെന്നിട്ട് ഇതൊക്കെ അതിലെന്തോ ഡൗട്ട് എന്തുമില്ല. പണ്ട് തങ്ങ മല്ലൂർക്ക് പോയ ഷാര മുബാറക്കിടെ ഭയങ്കര സ്ട്രോങ് ഉള്ള ടൈമാണ്. അങ്ങനെ പോയപ്പോൾ അവിടെ കുറച്ചെല്ലാം പ്രസംഗിക്കും അവകാശം തന്നാൽ. അപ്പം ഞാൻ പ്രസംഗിച്ചിട്ട് വരുമ്പോൾ ഉസ്താദ് എപ്പോഴും സാധാരണ കറക്ഷൻസ് എല്ലാം ആക്കട്ടെ, പ്രതിയൊന്നരും കറക്ഷൻ ആക്കും. എൻ്റെ ലൈഫിടെ ഓരോ വിഷയങ്ങളും കറക്ഷൻ ആക്കി അണ്ട് എൻ്റെ പ്രസംഗത്തെ കുറേ കറക്ഷൻ ആക്കി. അങ്ങനെ എവിടേക്കെല്ലാം ഞങ്ങൾ പോയിരാ ഒട്ടിಗೆ പ്രസംഗിക്കൂ. അപ്പം എല്ലാം ഉസ്താദ് കറക്ഷൻ ആക്കിയത് മാത്രമല്ല, നല്ലതൊക്കെ റൈറ്റ് ഇട്ടു, അല്ലാത്തേക്ക് റോങ് ആക്കി. അപ്പോൾ നമുക്ക് അതെല്ലാം ബോധ്യം ഉള്ളതോടുകൂടെ രണ്ട് പലക്ക മാത്രം. നാണ് അസർക്ക് നേരായിട്ട് വരുമ്പോൾ അവിടെ ബുർക്കയുടെ റെഡിയായിട്ട് ചൊന്നിട്ട് 5 മിനിറ്റിൽ 10 പണ്ടാണ് ചൊന്നിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഫോൺ വന്നുകൊണ്ടുണ്ട്. ഏതായാലും പോയിട്ട് കാർക്കാലത്തേക്ക് എത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെല്ലാം കാര്യപരിപാടികൾ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. വീരേന്ദ്രനാഥ്, എണ്ടമൂരി വീരേന്ദ്രനാഥ് ഒരു ബുക്ക് എഴുതി. ആ ബുക്കിടെ പേര് പാലക്കರಿಗೆ ಗೊತ್ತಿಲ್ಲ ಶಿಕ್ಷಕರು ಹೇಳಲ್ಲ. അതിൽ ഫസ്റ്റ് ഗെര എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഗെരലുണ്ട് ഒരാളെ ಪ್ರತಿಭೆಗೆ ಉದಾಹರಣೆಯಾയിട്ട് ಎಂಡಮೂರಿ ವೀರೇಂದ್ರನಾಥ್ ಚಳ್ಳವರು ಪಲಕೊಂಡು ಮಳೆ ನೀರು 3 ಟೈಪ್, 3 ವಿಧ. ഒരു മഴ നീರು അത് നേരെ കാത തകಡ್ರ ಮೇಲೆ ಬಂದಿട്ട് ബോൾഡ്, വെച്ച തകಡ್ರ ಮೇಲೆ ಬಂದಿട്ട് ബോൾഡ്. രണ്ടാമത്തെ മഴ തന്നി ചോമ്പുടെ ഇലയുടെ മേലെ ಬಂದಿട്ട് ബോൾഡ്. ചോമ്പ് ಅಂತಿಲ್ಲ, ചേവ്. ആ ചോമ്പുടെ വലിയ ഇലയുടെ മേലെ ಬಂದಿട്ട് ബോൾഡ്. മൂന്നാമത്തെ മഴ തന്നി ಚಿಪ್ಪಿಡ ಒಳಗೆ പോയിട്ട് ಬಾಯಿ ತೆರೆದು ಕುಳಿತಿರುವ ಚಿಪ್ಪಿಯ ಒಳಗೆ ಬಿದ್ದು ಹೋಗಿ ಬೀಳುತ್ತದೆ ಅಂತ ಚೊಂದಿಟ್ಟು 3 ಉದಾಹರಣೆ ಚೆಲ್ಲ. അതിൽ ഒന്ന് ചെണ്ട തകಡ್ರ മേൽ പൂനെ മഴ തണ്ണി ആ സെക്കൻഡിൽ വെച്ച തകടാണ് ആവിയായിട്ട് പോകുന്നത്. രണ്ടാമത്തേത് അതുകൊണ്ട് ഒരു ഉപകാരം ആർക്കും ഇല്ല. രണ്ടാമത്തേത് ചേമ്പുടെ ഇലയുടെ മേലെ ಬಂದ പൂളെ മഴ തണ്ണി അതൊരു 5 മിനിറ്റ് നിങ്ങൾ സുബൈക്ക് മദ്രസക്കെല്ലാം പോകുമ്പോൾ വരുമ്പോഴെല്ലാം നോക്കിയിട്ട് 5 മിനിറ്റ് അതിങ്ങനെ ഒരു റൗണ്ട് ആയിട്ട് അവിടെ നിന്നിട്ടിക്കിട്. സൂര്യയുടെ കിരണം അതൊക്കെ പൂളുമ്പോൾ മുത്ത് പോലെ മിന്നിട്. ഒരുത്തെല്ലാം നമുക്ക് മനോരഞ്ജന കിട്ട്. ഒരു കാത്ത് പറയുമ്പോൾ അത് കീഴിൽ പോന്നിട്ട് പോകണ്ടു. ഒരു ഫായ്ദോ അതിലില്ല. മൂന്നാമത്തെ മഴ തന്നെയുണ്ട്. ആ മഴ തന്നെ അത് മുത്ര ഉൾക പോയിട്ട് കാലാന്തരത്തിൽ പിന്നെ അത് മുത്തായിട്ട് പരിവർത്തന ആവും. ആയതുകൊണ്ട് നിങ്ങളെ ഉൾക്കുള്ള പ്രതിഭകൾ അത് മഴ തന്നെയാണ്. അത് തകಡ್ರ മേൽക്ക് പൂലണ അല്ല, ചേമ്പുടെ മേലിൽ പൂലണ അല്ല, ഖിയാമന്നാൾത്തോളം ഉപകാരമുള്ള ചിപ്പിര ഉൾക പൂലണ അടിച്ചുകൊണ്ട് തീരുമാനിക്കുള്ള കാര്യക്രമമാണ് ഈ കാര്യക്രമം. അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ഒരു പെൻസിൽ നങ്ങാച്ചെന്നെങ്കിൽ ഒരു പെൻസിലാണ്, നങ്ങാച്ചെന്നെങ്കിൽ ഒരു പെൻസിലാണ്. നങ്ങ ഓരോരുത്തരും ഒരു പെൻസിലാണ്. അതിര ലാഹിർ അത് കളർഫുള്ളാണ്, അതിര ബാത്തിന് അത് പവർഫുള്ളാണ്. അതിന്റെ പുറത്ത് കളർഫുള്ളാണ്, അതിന്റെ ഉൾഗ പവർഫുള്ളാണ്. അപ്പൊ ഞങ്ങൾ കളർഫുൾ ആയിട്ടുള്ള ഞങ്ങളെ ഉൾഗാണ് ഞങ്ങളെ പ്രതിഭയ്ക്ക്. ആ പ്രതിഭ കൊണ്ട് മാത്രമേ ഉപകാരമുള്ള. പുറത്ത് കളറിഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒരു കാര്യം പുറത്തിന്നിട്ടൊന്നും കാര്യമില്ല. ആ പെൻസിൽ 5 ഗുണമുണ്ട്. ഞങ്ങളിൽ ഉണ്ടായിട്ട് നോക്കുകയാണ് ഈ കാര്യക്രമം ഉള്ളത്. അതിലെ ഒന്നാമത്തേത് പെൻസിലിന്റെ ഒന്നാമത്തേത് എന്താ വെച്ചെന്നെങ്കിൽ അതേനാച്ചെന്നെ ലാഹിർ കളർഫുള്ളാണ്, അതിന്റെ ബാത്തിന് പവർഫുള്ളാണ്. അത് പവർഫുൾ ആയിട്ട് വേണം. ഉൾഗത്തെ പ്രതിഭ അത് പവർഫുൾ ആയിട്ട് വേണം. 10 സെന്റ് ഞങ്ങളെ മൊയ്നി ഉസ്താദ് മുഞ്ഞാണ് പ്രസംഗിച്ചതെന്നാ കേട്ട. സ്റ്റേറ്റസിലെല്ലാം കയ്യിലുള്ള മോന്തരം നിങ്ങൾ നോക്കണ്ട, ഡ്രസ്സ് നോക്കണ്ട, പിന്നെ ഇതെല്ലാം നിങ്ങൾ നോക്കണ്ട ഉണ്ട് ചെന്നിട്ട്. അപ്പൊ അത് ലാഹിറിൽ നിന്നിട്ടൊന്നും കാര്യമുള്ളൂ, ഉൾഗത്തതാണ് വിഷയം. ഒന്ന്. രണ്ടാമത്തേത് പെൻസിലിൻ്റെത് അതിരെ ആ പ്രതിഭയില്ല, ഉൾഗത്തെ പ്രതിഭ. ആ ഉൾഗത്തെ പ്രതിഭയുടെ എങ്ങനെ ഷാർപ്പാക്കിടാറ് അത് ടൂളിന്റെ മേലാണ് അവലംബിച്ചിട്ടുള്ളത്. നിങ്ങ പെൻസിൽ നിങ്ങ ബ്ലേഡിൽ അതിരെ ചൂപ്പാക്കി കണിക്കിടത് വേണ്ടായിട്ടിക്കട്. നല്ല പിടിക്കിട കട്ടറിൽ മാത്ത് നിങ്ങൾ അതിരെ ഇതാക്കിയാറുണ്ടെങ്കിൽ എങ്ങനെക്കിടത് നല്ല ഷാർപ്പോടെ അത് ചന്തവിടെ ടൂളിന്റെ മേലാണ് അവലംബിച്ചിട്ടുള്ളത്. അതുക്കുള്ള ടൂളാണ് ഈ സ്റ്റേജ്. അത് ചന്തമാണ്. ഒട്രാസി ആവുക തീര അയക്കാണ് ഇത്ര ലാക്കെല്ലാം ചെലവാക്കി. സഖാഫി ഉസ്താദ് വന്നപ്പോൾ
മാഷാ അല്ലാ വല്ലാത്ത ചന്തായിട്ട് നങ്ങന്ത് ഇടപെട്ടതല്ല, ഇത് മക്കളെ ആക്കിയതാണ്, ഇത് ടൂളാണ്, അതിനെ ഷാർപ്പാക്കുള്ളതാണ് പ്രതിഭയുടെ. മൂന്നാമത്തേത് ഈ പെൻസിലിന്റെ മൂന്നാമത്തെ ഒരു ഗുണം എന്താ വെച്ചെന്നെങ്കിൽ ആ പെൻസിൽ അത് ಅದರ ಪೆರಗತ್ತ ഒരു ഇറേസർ ഇക്കിടുന്നോക്കർ അതിനെ മായ്ക്കുകയോട് കറക്ഷൻ ആക്കുകയോട് ഇവിടെ നിങ്ങൾക്ക് തപ്പട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെല്ലാം ആവട്ടെ അതിന് നിങ്ങൾക്ക് കറക്ഷൻ ആക്കുകയോട് ഉണ്ട്. അത് കറക്ഷൻ ആക്കുക അവിടെ സാമാനാണ്. പെൻസിൽ കറക്ഷൻ ആക്കുക അവിടെ സാമാനാണ്, പെണ്ണ് പോലല്ല. നാലാമത്തേത് ഐഡിയോളജി വേണം. എല്ലാരെ പ്രതിഭയും ഒരുപോലെ തൂങ്ങില്ല. നിങ്ങൾ നോക്കറില്ല, ഒരു പെൻസിൽ MF ഹുസൈൻ അല്ലേ, മക്ബുൽ ഫിദ ഹുസൈൻ, MF ഹുസൈൻ അല്ലേ, FM ഹുസൈൻ അല്ലേ, MF ഹുസൈൻ, മക്ബുൽ ഫിദ ഹുസൈൻ. ആ MF ഹുസൈൻ മരിച്ചു പോയിട്ട് ദുബൈയിൽ പോയിട്ട് അയാള് ഒരു ഇങ്ങനെ ഒരു ലൈൻ ഇട്ടേ ₹1 കോടി ആ പേപ്പറിൽ. ആ പേപ്പർക്ക് ₹1 കോടി ഒരു സിഗ്നേച്ചർ ഇട്ടേമേ, അത്രയും വിലയാണത്. ആ സിഗ്നേച്ചർക്ക് അത്രയും വിലയാണ്. നല്ല ഐഡിയോളജി വേണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചെന്നല്ലേ ഇഹ്യല് നിങ്ങൾ നോക്കി കാണ്ട് 3-ാമത്തെ ജുസു ഒരു സ്റ്റോറി ചൊന്നു ഹുക്കിയ ചൊന്നിട്ടു. ഇമാം ഗസാലി ഒരു സ്റ്റോറി ചൊല്ലു എന്താ ചെന്നെങ്കിൽ ചീനത്തങ്ങവും റോമണ്ടങ്ങവും രണ്ടാളും കൂടിയിട്ട് എന്താക്കിയാറ് ഒരു രാജാവിടെ മുട്ട വന്നാറ്. ആ രാജാവ് അങ്ങോട്ട് എന്താക്കിത്ത് ഒരു സ്പർദ്ധ ആക്കിയിട്ട് നിങ്ങൾ ചിത്രം പിടിച്ചോണോ ചൊന്നിട്ടു. അങ്ങനെ ആയിട്ടിക്കോണം എൻ്റെ നിനപ്പ് ശരിയിട്ടായി. അങ്ങനെ റോമൻ ആൾക്കാരെല്ലാം അങ്ങനെ സാമാന് സലക്കാരനെല്ലാം കൊടുന്നാറ്, പെന്ന് പെൻസില് അത് ഇതെല്ലാം കൊടുന്നാറ്, സ്വന്തത്തെ ചിത്ര വരസിയാറ്, എന്തെല്ലാം ഐഡിയ എല്ലാം ആക്കിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് നല്ല ചിത്ര സുരസുന്ദരമായ ചിത്ര ആക്കിയാറ്. ചൈനത്തങ്ങ അങ്ങനെ കാലി മതിലിന്റെ കൽഗ്യമിങ്ങ മതിലെ ചന്ത കൽഗ്യാറ്, ചന്ത ക്ലീൻ ആക്കിയാറ്. അങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെന്നാറ് ഞങ്ങളത് ഫിനിഷ്, ഞങ്ങളത് ഡൺ, ഞങ്ങളെ സ്വറല്ലായിട്ട് ഞങ്ങളത് ചന്തായിട്ട് നോക്കറോണ്. ചീനത്തങ്ങളത് നോക്കുമ്പോൾ എന്തോ ആയിട്ടില്ല. അങ്ങനെ ചെന്നൊരു ഇമാം ഗസാലി സീനിന്റെ ചെന്നു. അങ്ങനെ അത് നോക്കുമ്പോൾ എന്തോ ആക്കിയിട്ടില്ല. അപ്പൊ രാജാവ് വന്നിട്ട് ചൂടായി, അല്ല ഇങ്ങളെ സ്വറായിട്ട് ഇങ്ങനെ ചന്തത്തെ ചിത്രാക്കിയിട്ടാറ്, നിങ്ങൾ ഇനിയും കൽക്കിയൊണ്ടേ ഉള്ളാറല്ലേ നിങ്ങളെ വിഷയേന്ദ്രൻ, ഞങ്ങളതും ആയിട്ട് ചെന്നാറ്. ഇത് എന്തായിരുന്നു ചെന്നെങ്കിൽ ഞങ്ങളെ ജണ്ടാലിന്റെ ഇടയ്ക്ക് കാണണ്ട ചെന്നിട്ട് ഒരു ഹിജാബ് ഇട്ടിട്ടുന്നാറ്, ഒരു കർട്ടൻ ഇട്ടുന്നാറ്. കർട്ടൻ എടുക്കറു ഞങ്ങളതും അതിനായിട്ട് ചന്തായിട്ട് ചെന്നാറ് ചീനത്തങ്ങ. ഓക്കെ കർട്ടൻ എടുത്താറ്. കർട്ടൻ എടുക്കുമ്പോഴത്തേക്ക് സംഗതി എന്തേ ഇങ്ങ ആക്കിയ ചിത്ര ഇല്ലേ, റോമണ്ടങ്ങ ആക്കിയ ചിത്ര, ഇത് ഈ കൽകിട്ട് ഇങ്ങ സ്ഫടിക പോലാക്കിടാറ്, മാർബിൾ നല്ല ക്ലീൻ ആയിട്ട് കണ്ണട്ടി പോലായിട്ട് ഇങ്ങ ആക്കിയ ചിത്ര എല്ലാം അതിൽ കണ്ടോണ്ടുണ്ട്. ഇങ്ങളായിട്ട് ചന്ത അവിടെ കണ്ടോണ്ടുണ്ട്, പളപള മിന്നിയോണ്ടുണ്ട്. ഇപ്പൊ രാജ അവിടെ വിളിച്ചെന്നാറ് കണ്ടോ അതാ. അപ്പോ നല്ല ഐഡിയോളജി വേണം. ഞങ്ങളെ ഇതിരെ എവിടെ ബൈക്കറേണ്, ഞങ്ങളെ ഈ പ്രതിഭയുടെ യന്ത്രാക്കണോട്ട് ചൊല്ലി ഒരു ഐഡിയോളജി വേണം. ഇല്ലെങ്കിൽ എന്താ കൊടുക്കുന്നുണ്ടാ ഗിന്നസ് ബുക്ക് റെക്കോർഡ് എടുത്തു നോക്കറിയ. ആ ഗിന്നസ് ബുക്ക് റെക്കോർഡിലുണ്ടോ ആ കോഴിക്കോടിലെ ഒരാള് അയാള് 4 kg കണക്കിൽ 4 തിന്നിട്ട് ഗിന്നസ് റെക്കോർഡ് പ്രതിഭയാണ്. ഉദ്ദത്തെ 38 ವರ್ಷ ഇപ്പൊ യാറായിട്ട് 38 ವರ್ಷ ഉಗುರು ಬಿಟ್ಟಿಟ್ಟು ഗിന്നസ് റെക്കോർഡ്. തലയുടെ മുടിയില് ലോറി വലിച്ചിട്ട് ഗിന്നസ് റെക്കോർഡ്. ഒരാൾ ഇടീ സൈക്കിൾ തിന്നിട്ട് ഗിന്നസ് റെക്കോർഡ്, സൈക്കിൾ തിന്നിട്ട്. ഈ പ്രതിഭ നിങ്ങളുടെ ഇത് ഈ ഫിദാക്ക് ആക്കിയില്ലെങ്കിൽ, ഉസ്താദ് ഈ വ്യവസ്ഥ ആക്കി തന്നിട്ടില്ലെങ്കിൽ എന്താവടൂ നിങ്ങളെ പ്രതിഭ അങ്ങനെ ആവടും. ഇവിടെ ഒരു ഡാഷ് ബന്നെങ്കിൽ മാത്രം ഈ ഫിദാക്കയുടെ സ്ഥാനത്ത് ഒരു ബ്ലാങ്ക് ബന്നെങ്കിൽ എന്താവടും അതാവും. ഞങ്ങളെ കൈ അത് പെട്രോൾ കുടിക്കരുതാവും. ഹംസാന്റെ വീട്ടിലെത്തില്ല എന്താ പെട്രോൾ കുടിക്കുന്ന പ്രതിഭ. ഉസ്താദ് പറഞ്ഞു ഇയാൾ വലിയ പ്രതിമയുണ്ട്, ഇയാൾ വലിയ പ്രതിമയാണ് ചൊന്ത്. അള്ളാഹു അയാളെ വലിയ പ്രതിഭ ആക്കട്ടെ. അങ്ങനെ നച്ചുന്നത്. അപ്പൊ നല്ല ഐഡിയോളജി വേണം. നല്ല ആ പ്രതിഭ എവിടെ ബൈക്കണോണ്ട് ചെന്നിട്ട് ഗൊന്താവണം. ലാസ്റ്റ് ചെന്നോണ്ടുള്ള നിങ്ങളൊട്ടിಗೆ ആ പെൻസിലില്ലേ, നിങ്ങളെ പെൻസിൽ നിങ്ങളെ ലൈഫ്, ആ പെൻസിലിൽ കുറെ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് തീരുമ്പോ കുറെ സിഗ്നേച്ചർ വേണം. സഖാഫി ഉസ്താദ് കുറെ സിഗ്നേച്ചർ ഇട്ട് അവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ട്, അതിന്റെ പിറകത്തെ വലിയൊരു സിഗ്നേച്ചർ ഉണ്ട്, അവിടെ നോക്കുമ്പോൾ ചന്തത്തെ ഒരു സിഗ്നേച്ചർ ഉണ്ട്, ഇവിടെയും കുറെ സിഗ്നേച്ചർ ഉണ്ട്, ഇടീ ദുനിയാവേ സിഗ്നേച്ചർ ഉണ്ട്. അവിടെ നോർത്ത് കർണാടകത്ത് പോയെങ്കിൽ അവിടെയും സഖാഫി ഉസ്താദ് സിഗ്നേച്ചർ ഉണ്ട്. ഇടീ സിഗ്നേച്ചറോട് സിഗ്നേച്ചറാ, ഇടീ സിഗ്നേച്ചർ ഇട്ട് വെച്ചിടാറ്. നിങ്ങൾക്ക് ഇനി എത്ര സിഗ്നേച്ചർ ഇടുകൊണ്ട് നിങ്ങളെ ലൈഫിലും ആ പെൻസിൽ കൊണ്ട് നിങ്ങൾ എത്ര സിഗ്നേച്ചർ ഇടാറ് തീരുമാനിക്കണം. അത് തീരുമാനിക്കാനുള്ളതാണിത്. ഇത് കാലി ലാക്ക് ചെലവാക്കിയിട്ട് പ്രൈസ് കൊടുത്തിട്ട് തീർത്തിട്ട് പോകുള്ളതല്ല. സിഗ്നേച്ചർ വേണം. ഞങ്ങളെ ഉസ്താദ് എത്ര സിഗ്നേച്ചർ ഇട്ടു. അൽഹംദുലില്ലാ നാണ് നിങ്ങളൊട്ടിಗೆ ചൊല്ലകുള്ളേ. ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോ ഞങ്ങൾ പിന്നെ പള്ളി ദർസിൽ ഓതിരൊന്നുമല്ല, സ്ഥാപനിൽ ഓതിയിട്ട് കോളേജിൽ പോയിട്ട് വന്നിട്ട് ഉസ്താദ് ഒരു നാൾ ചെന്ന് ജുമാ നിസ്കരിക്കണം. ഞാനങ്ങനെ ജുമാ നിസ്കരിച്ചു കുത്തുബല്ല ഓതിയ അല്ലാത്താക്കോതുമ്പോൾ തപ്പിത്ത. പിന്നെ സ്വലാത്ത് ചൊല്ലകുണ്ട്.
എവിടെ സലാം വീട്ടിട്ടായിട്ട് സലാത്തുള്ളതുണ്ട്, അതും തപ്പി. അത് ജമാൽ മൊയ്ൻ അയാൾ ചൊന്തന്നതിൽ നാ സലാമത്തെ. അങ്ങനെ ഉസ്താദ് അണ്ട് ಇಂತ ಇಲ್ಲ ಗೊಂತಿಲ್ಲ. ഇവിടെ അഹമ്മദ് ബാവ ಅಂತ ചൊന്നിട്ട് ഒരാൾ ഹാജർ ಬಂದോണ്ടി അയാൾ ഉസ്താദ് ಇಲ್ಲಿ ചൊന്തൂല ಶಿಂದ್ರೆ ಇತ್ರ ಬೆಲೆ ಪಳ್ಳಿಗೆ ഒരു ಕರೆಕ್ಟರ್ ഒരു ಜುಮಾ ನಿಸ್ಕರಿಕೋ ಗಾಂಗಿ ഒരു ಸಮತ್ರ ಆಳಾಕೋತೀರಿ. അപ്പോൾ ഉസ്താദ് ചൊന്തൂല ನಾನು ಅಂಡಾಣ ಫಸ್ಟ್ ಲಫ್ದು ಕೇಕ್ರೆ ഉസ്താദ് അണ്ട് ചൊന്തൂല എന്താ വെച്ചെന്നെങ്കിൽ അവള് വലിയ പ്രതിഭ നക്കിയപ്പ ഇത്ത് നാണല്ലേ ഒക്കെ അല്ലേട്ട് ഡൗട്ടായി. അവള് വലിയ പ്രതിഭ, നിങ്ങൾ ആരെ കുറിച്ച് അത് ചെല്ലണ്ടേ. അങ്ങനെ പല ആൾക്കാരൊട്ടിയും ഉസ്താദ് എന്താക്കിത്ത് ഇങ്ങനെ ചൊന്ത. അപ്പൊ അത് നക്കെന്തായിത്ത് ആയിത്ത് ഞാൻ ആയിട്ട് ഇക്കോണ ഒരു പ്രതിഭ. അപ്പൊ അതെല്ലാം കൂടിയെങ്കിലാണ് ഒരു പ്രതിഭ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചൊല്ലുക ചെമ്മ ഉണ്ട്. ഇങ്ങനെ നിണ്ടെങ്കിൽ ഉസ്താദിന്റെ ഒരു കറക്ഷൻസും ഉസ്താദ് ഞങ്ങളെ ഹുറുദുംബിയസ് ചെയ്തു അണ്ടയിൽ മുഞ്ഞാണ്ട് ലത്തീഫ് സായദിനെ കുറിച്ച് ഉസ്താദ് ഇങ്ങനെ മുണ്ടമ്പോ ചൊന്നു. നല്ലൊരു പ്രതിഭയാണ് ആള്. ഇങ്ങനത്തെ ഒരു കഴിവുണ്ട്. ഓരോരുത്തരുടെ കഴിവും മനസ്സിലാക്കിയിട്ട് ಅದಕ್ಕೆ ಬೇನಾಯ ಕರೆಕ್ಷനും ಅಡಿಕೊರ ಒಪ್ಪುം ಅಡಿಕೊರ പുള്ളിയും ഇട്ടിട്ട് തറകും അതിനെ ഡിലീറ്റ് ആക്കുകയും ഡിലീഷനും എഡിഷനും ആക്കുകയും തീരെ ഉസ്താദുമാരാണ് ഇവിടെല്ലാം ഉള്ളത്. അൽഹംദുലില്ലാ ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങളൊട്ടിಗೆ ഇവിടെയുള്ള വിദ്യാർത്ഥികളൊട്ടിಗೆ ഒരു പലക്ക മാത്രമേ അടികര ഇട്ടിട്ട് ചെന്നിട്ട് ഞാൻ ഇപ്പാട്ടിക്കൊണ്ടുള്ള നിങ്ങൾ പഠിച്ചുകൊണ്ടുള്ളത് കർണാടകത്തെ പ്രതിഷ്ഠിത വിദ്യാസംസ്ഥയിലാണ്. ഇവിടെ മണ്ണ് അത് വറക്കത്തുള്ളതാണ്. ഇവിടെ ഉസ്താദുമാർ വലിയ വറക്കത്തുള്ളങ്ങാണ്. ഇവിടെ നിങ്ങൾ എന്ത് ആക്കുമ്പോഴത്തേക്കും എവിടെ നിങ്ങൾ നിന്നിട്ട് ഏത് കമ്പൗണ്ടറുകൾ നിന്നിട്ടാണ് നിങ്ങൾ ആക്കിക്കൊണ്ടുള്ളത് ചൊല്ലുന്ന ഒരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ബന്ധ എങ്കിൽ നിങ്ങൾ ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളായിട്ട് മാറാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഉസ്താദുമാരെ പൊരുത്തപ്പെടിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കും. ഉസ്താദുമാരെ നിങ്ങൾക്ക് ചിലപ്പോൾ പൊരുത്തപ്പെടിക്കുവാർ. പക്ഷേ ദാറുൽ ഇർഷാദിലെ മതിലുങ്ങ, ദാറുൽ ഇർഷാദിലെ സിമെന്റുങ്ങ, KGN ക്യാമ്പസിലെ മരങ്ങ, KGN ക്യാമ്പസിലെ ഉൾഗ നിന്നിട്ട് ആക്കട നിങ്ങൾ എന്തിനാ വേണ്ടായിത്തങ്ങൾ അല്ലെങ്കിൽ എന്തിനുണ്ട് ചെല്ലയ്ക്ക് എന്തെങ്കിലും ഇൽമുടെ പൊരുത്തക്കേട് അവിടെ എനിക്ക് എന്തെങ്കിലും ആക്കിയെങ്കിൽ ഉസ്താദുമാരെ പൊരുത്തപ്പെടിക്കുക നിങ്ങൾക്ക്. പക്ഷേ ദാറുൽ ഇർഷാദ് ഈ ഇൽമുടെ കേന്ദ്രത്തെ മതിലിന്റെ പൊരുത്തപ്പെടിക്കുക സാധ്യമില്ല. ഉടനെ കിതാബുകളെ പൊരുത്തപ്പെടിക്കുക സാധ്യമില്ല. ഉടനെ ബാക്കിയുള്ള ഐറ്റം അതെല്ലാം അള്ളാഹുടെ വജീഹുബനായിട്ട് അള്ളാഹുടെ പൊരുത്തത്തിലായിട്ടുള്ളതാണ്. അതിനെ പൊരുത്തപ്പെടിക്കുക നിങ്ങളെ കൊണ്ട് സാധ്യമില്ല. ഞങ്ങളെ ലൈഫ് അത് മെയ്യോടും ഞങ്ങളെ വിജയത്തും പരാജയത്തും അത് മെയ്യോടും. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഈ കാര്യക്രമം ചന്തത്തിലാക്കി തരുമാറാവട്ടെ. നാണ് ഇങ്ങനെ പൾക്കാരിയോട്ട് വിചാരിച്ചിട്ട് വന്നതല്ല. പിന്നെ വന്നിട്ട് നക്കും ഒരു ടൈം മാനേജ്മെന്റ് ഇന്ന് 5 ಗಂಟೆಗೆ തുടങ്ങും. 6:15 ബാങ്ക്. അതിനിടയ്ക്ക് എല്ലാവരും മുണ്ടിയിട്ടെല്ലാം തീരും. ഞാൻ അതിലേക്ക് മെല്ലെ സലാമത്തായിട്ട് എന്താക്ക പോകാണ്ടെല്ല അഭിപ്രായം ഇന്ന്. അപ്പോൾ ഏതായാലും ഉസ്താദ് ചെന്ന സ്ഥിതിക്ക് 2 പലക്ക ചെന്നത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.